മോർണിംഗ് ടു ഓൾ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെട്രിക്സ് സബ്സ്ട്രാക്ഷനായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് മെട്രിക്സിൽ നിന്നും മെട്രിക്സ് മൈനസ് ചെയ്ത് നമുക്കൊരു മറ്റൊരു മെട്രിക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ കാൽക്കുലേറ്റർ ഉണ്ടായിരിക്കണം. ഓക്കെ, തെറ്റിപ്പോകരുത്. പ്ലസും മൈനസും വരും. അപ്പോൾ പ്ലസും മൈനസും വരും, അല്ലെങ്കിൽ പ്ലസും മൈനസും വരും. അങ്ങനെ പലതരത്തിലുള്ള കാൽക്കുലേഷൻസ് വരും. സോ കാൽക്കുലേറ്റർ നിർബന്ധമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സിമ്പിളായുള്ള ഒരു പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്, ഇത് ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. ഓക്കെ, എ എന്ന് പറഞ്ഞ മെട്രിക്സിലെ എലമെൻറ്റ്സ് ആണ് 2, 8, 10, 6. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ് 1, 5, 8, 2. ഓക്കെ, അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞുള്ളത്? എ മൈനസ് ബി, എയിൽ നിന്നും ബി മൈനസ് ചെയ്താൽ നമുക്ക് ഏത് തരത്തിലുള്ള മെട്രിക്സ് ആണ് കിട്ടുക, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എ മൈനസ് ബി എ മൈനസ് ബി ഈക്വൽ ടു 2ൽ നിന്ന് എന്ത് ചെയ്യുക, 1 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1 കിട്ടും. 8ൽ നിന്നും 5 മൈനസ് ചെയ്താൽ 3 കിട്ടും. 10ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ 2 കിട്ടും. 6ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 4 കിട്ടും. ഓക്കെ, ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുക, ഇതിന്ന് ഇത് മൈനസ് ചെയ്യുക, ഇതിന്ന് ഇത് മൈനസ് ചെയ്യുക, ഇതിന്ന് ഇത് മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കിട്ടുന്ന ആൻസറാണ് ഇത്. ഓക്കെ, അതാണ് എ മൈനസ് ബി എന്ന് പറഞ്ഞ പുതിയൊരു മെട്രിക്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഏറ്റവും സിമ്പിളായുള്ളതാണ്. 8, 2, 5, 9, 1, 3. ഇത് എ എന്ന് പറഞ്ഞ മെട്രിക്സ്, ഇത് ബി എന്ന് പറഞ്ഞ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ 8ൽ നിന്നും 9 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? -1 കിട്ടും. 2ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 1 കിട്ടും. 5ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 2 കിട്ടും. ഇതാണ് എ മൈനസ് ബി എന്ന് പറഞ്ഞ വേറൊരു മെട്രിക്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അത്യാവശ്യം വലിയൊരു മെട്രിക്സ്, അതായത് ഒരു 3x3 ഓർഡർ വരുന്ന മറ്റൊരു മെട്രിക്സ് നോക്കാം. ഓക്കെ, ഇത് എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്, ഇത് ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മൈനസ് ചെയ്ത് നോക്കാം. അതായത് 7ൽ നിന്നും 5 മൈനസ് ചെയ്താൽ 2 കിട്ടും. 8ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 6 കിട്ടും. 1ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ 1 കിട്ടും, കാരണം ഒന്നുമില്ലല്ലോ ഇവിടെ. ഓക്കെ, ഇനി 1ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ -5. 2ൽ നിന്ന് -1 മൈനസ് ചെയ്താൽ, അതായത് മൈനസും വന്നാൽ അവിടെ എന്തായി മാറും? പ്ലസ് ആയി മാറും. ഓക്കെ, അപ്പോൾ 2 - -1 ഈക്വൽ ടു 3 വരും. ഓക്കെ, ഇനി -1ൽ നിന്നും -2 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? -1 - 2 ഈക്വൽ ടു -3 വരും. അതാണ് ഞാൻ പറഞ്ഞ കാൽക്കുലേറ്റർ നിർബന്ധമാണെന്നുള്ളത്. ഓക്കെ, ഇനി 0ൽ നിന്നും 3 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? -3 കിട്ടും. 0ൽ നിന്നും 3 മൈനസ് ചെയ്താൽ -3. 1ൽ നിന്നും -1 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. 3ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? -1 കിട്ടും. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്റർ നിർബന്ധമാണ്, പഠിച്ചു വെക്കുക കേട്ടോ. അത് വളരെ സിമ്പിളാണ്, കാൽക്കുലേറ്റർ ഉണ്ടായത് മതി ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, ഫൈൻഡ് 6a - 3b. 6aയിൽ നിന്നും 3b മൈനസ് ചെയ്യണം. ഓക്കെ, ഇവിടെ എ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, 6aയും 3b ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? 6a കണ്ടുപിടിക്കണം, പിന്നെ 3b കണ്ടുപിടിക്കണം, എന്നിട്ട് ഇതിന്നത് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ എല്ലാത്തിനെയും, അതായത് എ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെട്രിക്സ് ഉണ്ടല്ലോ, ഈ മെട്രിക്സിനെ നമ്മൾ അതിൻ്റെ എലമെൻസിൽ എല്ലാത്തിനെയും 6 വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പോൾ 6, 2 6a ഈക്വൽ ടു 6a ഇത് കൊടുക്കുക. 6a ഈക്വൽ ടു 6, 2 12. ഓക്കെ, 6, 3 18. 6, 1 6, 6, 2 12. അപ്പോൾ ഓക്കെ, 6a നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് 3b. ബി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബീനെ നമ്മൾ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, 3, 4 12. ഓക്കെ, 3, 2 6. പിന്നെ 3, 1 3. 3, 3 9. ഇനി എന്ത് ചെയ്യുക? ഈ 6aയിൽ നിന്നും 3b മൈനസ് ചെയ്യുക. ഓക്കെ, 6a എന്ന് പറയുമ്പോൾ ഇതാണ്, 3b എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, ഷെയ്ക്കാവുന്നുണ്ടോ? 6a നമുക്ക് കിട്ടി, 3b നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ഇത് മൈനസ് ചെയ്യുക. അതായത് 12ൽ നിന്നും 12 മൈനസ് ചെയ്താൽ 0. 18ൽ നിന്നും 6 മൈനസ് ചെയ്താൽ 12. 6ൽ നിന്നും 3 മൈനസ് ചെയ്താൽ 3. 12ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 12ൽ നിന്ന് 9 മൈനസ് ചെയ്താൽ 3. ഓക്കെ, അതാണ് 6a - 3b എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ് ഇത്, ഈ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതും ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ, പഠിച്ചു വെക്കുക. സിമ്പിളാണ്, ലൈക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ,
ഇനി നെക്സ്റ്റ് നമുക്ക് ഓക്കെ, ഇത് കുറച്ച് വെറൈറ്റി ഉള്ള ക്വസ്റ്റ്യനാണ്, കുറച്ച് വലിയ ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, മേ ബി എസ് ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കാമെന്ന് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ട് നമുക്ക് മേ ബി, അതായത് ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ട് വരാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും. ഫൈൻഡ് ഫോർ 7a - 2b - 3c. ഓക്കെ, നമുക്കിവിടെ ആകെ തന്നിട്ടുള്ള എന്തൊക്കെയാണ്? എയും തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്, സിയും തന്നിട്ടുണ്ട്. ഓക്കെ, എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഫൈൻഡ് 4 × 7a - 2b - 3c. എന്നിട്ട് ഇതിനെല്ലാം കൊണ്ട് ഈ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് 7aയിൽ നിന്നും 2b മൈനസ് ചെയ്ത് അതിന്ന് 3c മൈനസ് ചെയ്തിട്ട് അതിനെ 4 കൊണ്ട് ഗുണിക്കണം. എന്നിട്ട് കിട്ടുന്ന ആൻസറാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇവിടെ ആകെ തന്നിട്ടുള്ള എന്തൊക്കെയാണ്? എയും ബിയും സിയും മാത്രമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതുപോലെ തന്നെയാണ്. ആദ്യം 7a കാണണം. 7a കാണുക എന്ന് പറയുമ്പോൾ ഈ എയിലുള്ള എല്ലാ മെട്രിക്സിനെയും എന്ത് ചെയ്യുക? 7 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പം നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. അതായത് 7 2 14 14 14. ഓക്കെ, 3 14. പിന്നെ 7 2 14. പിന്നെ 7 1 7. പിന്നെ 7 - 3 7 × -3. അപ്പം നിങ്ങൾക്ക് എത്ര കിട്ടും? -21 കിട്ടും. പിന്നെ 7 × 1 7. പിന്നെ 7 × 0 0. പിന്നെ 7 × 4 7 4 28. ഓക്കെ, അങ്ങനെ 7a നമുക്ക് കിട്ടി. അതുപോലെ തന്നെ 2bയും ചെയ്യുക. 2b എന്ന് പറയുമ്പോൾ ഇത് b എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിലെ എല്ലാ എലമെൻസിനെയും എന്ത് ചെയ്യുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു മെട്രിക്സ് കിട്ടും. ഓക്കെ, 2 3 6. എന്താ 2 3 ഈ 3 ഒരേപോലെ തന്നെ 3 6 കിട്ടി. പിന്നെ ഇവിടെ 2 × 5 6. പിന്നെ ഇവിടെ 0. പിന്നെ ഇവിടെ 10. 2 × 5 10. പിന്നെ അങ്ങനെ നമുക്ക് ഈ ഒരു b എന്ന് പറഞ്ഞ മെട്രിക്സും കിട്ടി. ഓക്കെ, ലാഗ് ആക്കുന്നില്ല, സിമ്പിൾ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി 3c എന്ന് പറയുമ്പോൾ ഇത് c എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. ഈ c എന്നുള്ള പറഞ്ഞ മെട്രിക്സിലെ എലമെൻസിനെ എല്ലാം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പോൾ 3 4 12 12 12. ഓക്കെ, എന്താ 12 12 12. പിന്നെ അതിലുള്ള എല്ലാ എലമെൻസിനെയും 3 കൊണ്ട് എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു മെട്രിക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 7a നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ 2b കണ്ടുപിടിച്ചു. പിന്നെ 3c നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളതിൽ കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? 7aയിൽ നിന്നും 2b മൈനസ് ചെയ്യണം. ഓക്കെ, 7aന്ന് 2b മൈനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് 7a ആണ്. ഓക്കെ, ഈ 7aയിൽ നിന്നും ഇത് മൈനസ് ചെയ്യണം. ഇതല്ലേ 2b. ഓക്കെ, 7a - 2b. 7aയിൽ നിന്നും 2b മൈനസ് ചെയ്താൽ 14 - 6 എത്ര കിട്ടി? 8 കിട്ടി. 14 - 6 8. 14 - 6 8. ഓക്കെ, 14 - 6 8. 7 - 0 7. -21 - 10 -31. 7 - 12 -12 -5. 0 - 18 -18. 28 - 2 30. ഓക്കെ, 28 - -2 = 30. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 7aയിൽ നിന്നും 2b മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഈ ഒരു മെട്രിക്സ് കിട്ടി. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ആ മെട്രിക്സിൽ നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 3c മൈനസ് ചെയ്യണം. 3c എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യണം. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നോക്കാം. 7a, അതായത് 7a 2b = ഇതാണ് മെട്രിക്സ്. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. അതായത് 8 ന്ന് 12 മൈനസ് ചെയ്താൽ -4. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ -4. അതായത് ഫസ്റ്റ് റോ ഫുള്ള് -4 വരും. പിന്നെ 8 ന്ന് 15 മൈനസ് ചെയ്താൽ -7. പിന്നെ 7 ന്ന് -3 മൈനസ് ചെയ്താൽ 10 വരും. പിന്നെ -31 ന്ന് 0 മൈനസ് ചെയ്താൽ -31 വരും. ഓക്കെ, പിന്നെ -5 ന്ന് 6 മൈനസ് ചെയ്താൽ -1 വരും. സോറി, -11 വരും. പിന്നെ അങ്ങനെ എല്ലാം ചെയ്യുക. ഓക്കെ, കാൽക്കുലേറ്റർ വെച്ചിട്ട് നിങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7a - 2b - 3c കിട്ടി. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഈ ഒരു വരി ഇത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് എന്താ പറഞ്ഞുള്ളത്? 4 ഇൻറ്റു ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കിട്ടിയ മെട്രിക്സ് ഉണ്ടല്ലോ, ഇത് നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, അതായത് എന്താ ഇതേ ഇൻറ്റു ഇത് 4 × -4 4 × -4 4 × -4. അപ്പോൾ നമുക്ക് -16 കിട്ടും. ഓക്കെ, പിന്നെ 4 × -7 -8 കിട്ടി. 4 × -10 40 കിട്ടി. -10 അല്ല, വെറും 10. പിന്നെ 4 × -31 -124. 4 × -11 44. 4 × -27 -108. 4 × 27 108. ഇതാണ് എന്ത് പറയുന്നത്? നമ്മൾ ഈ പറഞ്ഞ മെട്രിക്സ് എന്ന് പറയുന്നത്.
4a ഇൻറ്റു 7a മൈനസ് 2b മൈനസ് 3c. അതായത് നമുക്ക് ആകെ തന്നിട്ടുണ്ടായിരിക്കുക എയും ബിയും സിയും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെയുള്ള ആ നമ്പർ ഉണ്ടല്ലോ, അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് 7aയും കിട്ടും, 2bയും കിട്ടും, 3cയും കിട്ടും. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, മൈനസ് ചെയ്യാൻ പറഞ്ഞു. അതായത് 7aയിൽ നിന്നും 2b മൈനസ് ചെയ്യുക, അപ്പോൾ നമുക്കൊരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സിൽ നിന്നും 3c മൈനസ് ചെയ്യുക, അപ്പോൾ നമുക്ക് വേറൊരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സിനെ നമ്മൾ 4 കൊണ്ട് എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് എന്ത്, ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. സബ്സ്ട്രാക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അഡീഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.